മൃതദേഹം പുറത്തെടുത്തിട്ടുണ്ട്. ഒരു 4 അടി താഴ്ചയിൽ 3 ആയിട്ട് മടങ്ങി ആണ് അഴുകിയ നിലയിലാണ് മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത്. ഇപ്പോൾ ഇൻക്വസ്റ്റ് തയ്യാറാക്കുന്നതിന് വേണ്ടി മൃതദേഹം പുറത്തെടുത്ത് ഇൻക്വസ്റ്റ് തയ്യാറാക്കിയാണ്. കൂടുതൽ നടപടികൾ എന്തൊക്കെയാണെന്ന് ഇല്ല, അത് പുറത്തേക്ക് ഡോക്ടർ വന്നിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ നടപടിയിലേക്ക് കടക്കുന്നേ ഉള്ളൂ. പോസ്റ്റ്മോർട്ടം ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകാനാണ് തീരുമാനിച്ചിരിക്കുന്നതാണ് അറിഞ്ഞിരിക്കുന്നത്. മെഡിക്കൽ കോളേജിലോട്ട് കൊണ്ടുപോകാൻ. ഷർട്ടും പാൻറ്റുമാണ് ധരിച്ചിരിക്കുന്നത്. 3 ആയിട്ട് മടങ്ങി ഒരു ചെറിയ കുഴിയിൽ ഒരു കാർഡ്ബോർഡ് കൂടിനകത്ത് പാൻറ്റും ഷർട്ടും ധരിച്ചാണ് കാണപ്പെട്ടത് മൃതദേഹം. കാർഡ്ബോർഡ് കൂടിനകത്ത് സെല്ലോ ടോപ്പൊക്കെ ഒട്ടിച്ച് പാൻറ്റും ഷർട്ടും ധരിച്ചിട്ടുണ്ട്. പിന്നെ അഴുകിയ നിലയിലാണ് മൃതദേഹം കാണപ്പെടുന്നത്. തിരിച്ചറിയാൻ കഴിയുന്ന രീതിയിലല്ല. മുടി മാത്രമേ ഉള്ളൂ, ബാക്കി അസ്ഥിയാണ്. ദേഹം മുഴുവനും അസ്ഥി മാത്രമേ ഉള്ളൂ ഈ തുണിക്കകത്ത്. ഫോറൻസിക് സർജൻ ഉണ്ട് ഇവിടെ, പ്രൊസീജിയർ നടന്നുകൊണ്ടിരിക്കുകയാണ്. സാർ, ഈ കേസിലേക്ക് നമ്മൾ പോലീസ് എങ്ങനെയാണ് അന്വേഷണത്തിന് ആയതുകൊണ്ട് ഇപ്പോൾ കൂടുതൽ വെളിപ്പെടുത്താൻ പറ്റില്ല. കൂടുതൽ പിന്നെ പറയാം. ഈ പോസ്റ്റ്മോർട്ടം മറ്റേ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകേണ്ട ആവശ്യമില്ലോ ഉണ്ടോ? ഇവിടെ തന്നെയാണ് പരിശോധിക്കാൻ കുറ്റസമ്മതം പ്രകാരം ഈ വിജയൻ്റെ തലയ്ക്ക് ചുറ്റിക കൊണ്ട് അടിക്കുകയായിരുന്നു പ്രതി. അങ്ങനെയാണ് കുറ്റസമ്മതം. അത് പ്രകാരം കാണിച്ചു തന്ന ബോഡി കുഴിച്ചിട്ട സ്ഥലം കാണിച്ചു തന്നു. നമ്മളത് റിക്കവർ ചെയ്തിട്ടുണ്ട്. ആ ഒരു പൊസിഷനിലാണ് കിടന്നിട്ടുണ്ടായത്. ഓൾമോസ്റ്റ് അടിക്കുന്ന നിലയിലാണ്. അതും ഇത് പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഉടനെ അതും നമ്മൾ ഇനി ഇവിടെ എന്തൊക്കെ നടപടി? ഇൻക്വസ്റ്റ് പൂർത്തിയായോ? പോസ്റ്റ്മോർട്ടം ഇവിടെ വെച്ചിട്ടാണോ അതോ? എൻ്റെ ഓൺഗോയിങ് ആണ്. കൂടുതൽ പിന്നീട് അറിയിക്കാം. പോസ്റ്റ്മോർട്ടം ഇവിടെ വെച്ചിട്ടാണ് കോട്ടയത്ത്? ഇപ്പോൾ ഇവിടുന്ന് നോക്കുന്നുണ്ട്, കഴിഞ്ഞിട്ടറിയാം.